തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ എല്ലാവരെയും ഞെട്ടിച്ചായിരുന്നു ഹോട്ടൽ ഉടമയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കേരള കഫേ ഹോട്ടൽ ഉടമ ജസ്റ്റിൻ രാജിന്റെ കൊലപാതകം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, ഈ ജോലിക്കാരെത്താത്തതിനെ തുടർന്ന് അന്വേഷിച്ചു പോയതാണ് ജസ്റ്റിൻ രാജ്. അതാണ് പിന്നീട് ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത്. എന്താണ് സംഭവിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം? കൃത്യമായ വിവരം ഇതുവരെയും പ്രതികൾ പോലീസിനോട് വ്യക്തമാക്കിയിട്ടില്ല. ഇന്നലെ രാത്രി മുഴുവൻ അവർ മദ്യലഹരിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ ചോദ്യം ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ രാവിലെ 9 മണിയോടുകൂടിയാണ് ജസ്റ്റിൻ രാജ് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ബൈക്ക് വാങ്ങി തൊഴിലാളികളെ കാണാൻ എന്ന് പറഞ്ഞ് പോയത്. ഉച്ചയ്ക്ക് 1 മണിവരെയും ഇദ്ദേഹത്തെ കാണാതായപ്പോൾ സുഹൃത്ത് സ്റ്റാൻലി പിന്നീട് മ്യൂസിയം പോലീസിൽ പരാതിപ്പെടുക. അതിന്റെ ബൈക്കുമായി അദ്ദേഹം പോയത്. അദ്ദേഹത്തെ പറ്റി വിവരവും ലഭിക്കുന്നില്ല, ഫോണിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാനുമാകുന്നില്ല എന്ന പരാതി പറഞ്ഞു. പിന്നീട് സ്റ്റാൻലിയും മറ്റു സുഹൃത്തുക്കളുമായി പലയിടങ്ങളിലും ജസ്റ്റിൻ രാജിനെ അന്വേഷിച്ചു. ഒടുവിൽ അദ്ദേഹത്തിന്റെ തൊഴിലാളികൾ കേരള കഫേ എന്ന വഴുതക്കാടുള്ള കോട്ടൺ സ്കൂൾ എതിർവശത്തുള്ള ഹോട്ടലിലെ ജീവനക്കാർക്ക് താമസിക്കാനായി ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ജസ്റ്റിൻ രാജ് വാടകയ്ക്കെടുത്ത വീട് അത് ഈശ്വരവിലാസ് റോഡിലാണ്. അവിടെ കൂടി നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അവിടെ വാതിൽ തുറന്നു കിടക്കി അവിടെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ കാണുകയും ചെയ്തു. അയാൾ അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നേ ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ കൂടി സഹായത്തോടുകൂടി ഈ വീടിന് പുറകുവശത്ത് നോക്കുമ്പോഴാണ് മരിച്ച നിലയിൽ ജസ്റ്റിൻ രാജിനെ കാണുന്നത്. തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു. അവിടെ നിന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളിലേക്ക് എത്തിയത്. 9 പേരാണ് ഇതര സംസ്ഥാന 9 പേരാണ് അവിടെ തൊഴിലാളികളായി ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു എന്ന പ്രാഥമിക നിഗമനമായിരുന്നു പോലീസിന്. പക്ഷേ അതിനിടയിൽ ഈ ഡേവിഡ് എന്ന നേപ്പാൾ സ്വദേശിയുടെ ഫോൺ രേഖകൾ പോലീസിന് ലഭിച്ചു, ഫോൺ നമ്പർ ലഭിച്ചു. അത് പോലീസിന്റെ സോഫ്റ്റ്വെയറിലോ പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ട് ഈ CDR മറ്റും പരിശോധിക്കാൻ വേഗത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ. അതിലിട്ട് പരിശോധിക്കുമ്പോൾ ഒരു നമ്പറിലേക്ക് തുടർച്ചയായി ഈ ഡേവിഡ് ഫോൺ ചെയ്ത വിവരം പോലീസിന് ലഭിക്കുന്നു. അത് രാജേഷ് എന്ന ഒരാളുടെ നമ്പറായിരുന്നു. ആ രാജേഷ് അതുവരെ പോലീസിന്റെ ഒരു റഡാറിൽ ഉണ്ടായിരുന്ന ആളല്ല. അങ്ങനെ രാജേഷ് ആരെന്ന അന്വേഷണത്തിലേക്ക് പോലീസ് ഈ രാജേഷിന്റെ വീട് അടിമലത്തുറയാണ്, വിഴിഞ്ഞത്തിനടുത്ത് അടിമലത്തുറയാണ്. അവിടെ അയാളുടെ വീട്ടിൽ പോയി പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകുന്നു. അവിടെ പോകുമ്പോഴാണ് 2 പേരും അവിടെ ഉണ്ടായിരുന്നു. രാജേഷും ഡേവിഡ് എന്ന ഈ നേപ്പാളി സ്വദേശിയും അവിടെ ഉണ്ടായിരുന്നു. 2 പേരും കസ്റ്റഡി എടുക്കാൻ പോലീസ് ശ്രമിച്ചു. വലിയ അതിക്രമം പോലീസ് നേരെ ഉണ്ടായി. പ്രശാന്ത് എന്ന വിഴിഞ്ഞം SIയുടെ നമ്പർ പ്ലേറ്റ് ഊരി അതുകൊണ്ട് അതിന്റെ പിൻ ഉപയോഗിച്ച് അവരെ ആക്രമിച്ചു. വലിയ ബഹളം, ഈ മദ്യലഹരിയിൽ വലിയ ശക്തമായ എതിർപ്പ് അവർ ഉയർത്തി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. അവരെ അവസാനം പോലീസ് പിടിച്ചു കെട്ടിയിട്ടാണ് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. രാവിലെ വരെയും അവരെ കാര്യമായി ചോദ്യം ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല. മദ്യലഹരി ആയതുകൊണ്ട് തന്നെ ഒരു പ്രാഥമിക നിഗമനം പോലീസിനുള്ളത് ഇവർ 2 പേരും ഇന്നലെ ജോലിക്ക് ഹാജരായില്ല. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചുള്ള സംസാരം തർക്കത്തിലേക്കും പിന്നീട് ഇത്തരമൊരു അക്രമത്തിലേക്കും മാറുകയായിരുന്ന പ്രാഥമിക വിവരമാണ് പോലീസിനുള്ളത്. അതുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണങ്ങളിലേക്ക് കടക്കുകയാണ് പോലീസ്. അധികം വൈകാതെ യഥാർത്ഥ കൊലപാതക കാരണം വ്യക്തമാകുമെന്ന പ്രതീക്ഷയാണ് മ്യൂസിയം സർക്കിൾ ഇൻസ്പെക്ടറും അന്വേഷണ സംഘവും നൽകുന്നത്. ഏതായാലും ജസ്റ്റിൻ രാജ് തിരുവനന്തപുരത്തെ CPMന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന മുൻ ജില്ലാ സെക്രട്ടറിയും പാറശാല MLAയും ഒക്കെ അദ്ദേഹം സത്യനേശന്റെ മരുമകനാണ്, മകളുടെ ഭർത്താവാണ്. അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് രംഗത്തും കെട്ടിട നിർമ്മാണ രംഗത്തുമൊക്കെ മറ്റ് ബിസിനസ്സുമുണ്ട്. ഈ കേരള കഫേ എന്ന ഹോട്ടൽ അദ്ദേഹം മറ്റൊരാളുമായി ചേർന്ന് നടത്തുന്ന സ്ഥാപനമാണ്. അതിന്റെ ഒരു തർക്കം തന്നെയാണ് ഇപ്പോൾ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് ലഭിക്കുന്ന വിവരം. അന്വേഷണം വളരെ പ്രധാന ഘട്ടത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.